പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉന്നക്കായ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഫ്താർ റെസിപ്പീസ് എപ്പിസോഡ് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ അകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് തേങ്ങയും ശർക്കരയും ഇട്ട് കൊടുക്കാം. ഏലക്കയും ചുക്കും നന്നായിട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ചൊന്ന് ഡ്രൈ ആവുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. കുറച്ച് പഴുത്ത പഴം ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ ഇതുപോലെ നനച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പഴത്തിന്റെ കൂട്ട് നമുക്ക് കയ്യിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അതിന്റെ അകത്ത് ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ഷേപ്പ് ആക്കി എടുക്കും. ഇതൊരു 2-3 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട് ഇത് മുക്കിയെടുക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് കോൺഫ്ലെക്സിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊരു 1 മണിക്കൂറോളം ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല തിളച്ച എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ഈ നോമ്പിന് ഇതുപോലെ ഒന്ന് ഉന്നക്കായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണേ. അപ്പോൾ ബൈ.